ഹായ്, ഇതൊരു രണ്ടാമത്തെ കോഡിംഗ് ആണ്. ഡേ 2 ഓഫ് മൈ 50K ഫ്യൂച്ചേഴ്സ് പെർഫോം ഇവാലുവേഷൻ. ആസ് ഓൺ കഴിഞ്ഞ നമ്മൾ വീഡിയോയിൽ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞ ട്രേഡ് നമുക്ക് സ്റ്റോപ്പ് ഔട്ട് ആയിരുന്നു ഇന്നലെ. അതിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ പിന്നീട് ഒരു ട്രേഡും എടുത്തിട്ടില്ലായിരുന്നു. അതിന് പ്രോപ്പറായിട്ടുള്ള ട്രാക്ക് റെക്കോർഡ്സ് ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. ഇന്ന് നമുക്ക് എന്തായാലും ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് മാർക്കറ്റിൽ എന്തെങ്കിലും ന്യൂസസോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഇന്ന് നമുക്ക് മേജർ ആയിട്ടുള്ള ന്യൂസസ് ഓൾറെഡി കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 7 AM 11 AM, കാരണം ഇപ്പം ഞാൻ ഇന്ത്യയിലായതുകൊണ്ട് തന്നെ ഇത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ആണ്. ഇവിടെ നമുക്ക് ഇന്ത്യൻ ടൈമാണ്. അപ്പോൾ ഇന്ത്യൻ ടൈമിൽ നമുക്ക് ഇവിടെ ഫണ്ടമെന്റൽ ഇവന്റ്സുകൾ, എക്കണോമിക്കൽ ഇവന്റുകളൊക്കെ നമുക്ക് ഓൾമോസ്റ്റ് രാവിലെ തന്നെ കഴിഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ നമുക്ക് മീഡിയ ഇമ്പാക്റ്റ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ജസ്റ്റ് നോക്കാം. ഞാൻ ആക്ച്വലി അങ്ങനെ നോക്കാറില്ല, ബട്ട് എന്നിരുന്നാലും മീഡിയ ഇമ്പാക്റ്റ് ന്യൂസസ് എന്തെങ്കിലും നമുക്ക് ന്യൂയോർക്കിൽ വരുന്നുണ്ടോ എന്ന് നോക്കാം. 6 മണിക്ക് നമുക്കൊരു മീഡിയ ഇമ്പാക്റ്റിന്റെ ഒരു ന്യൂസ് ഉണ്ട്. അപ്പോൾ അതെങ്ങനെയായിരിക്കും നമുക്ക് നമ്മുടെ ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിൽ എങ്ങനെയായിരിക്കും എഫക്ട് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഒന്ന് കാണാനായിട്ടുണ്ട്. ഓൾമോസ്റ്റ് നമുക്ക് 5:30 ഇപ്പോൾ 5 o'clock ആയിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യൻ ടൈം 5 o'clock. ആൻഡ് വാട്ട് അബൌട്ട് അവർ ന്യൂയോർക്ക്? കാരണം ഞാനിവിടെ ട്രേഡിംഗ് വ്യൂ ഞാൻ ന്യൂയോർക്ക് ടൈമാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇപ്പം കംപ്ലീറ്റ്ലി MNQയിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് US ടൈമാണ് അറിയേണ്ടത്. US നമുക്കിപ്പോൾ 7 മണിയായിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു 7:30 മുതൽ 8 o'clock അവിടുന്ന് അങ്ങോട്ട് നമുക്ക് അത്യാവശ്യം നല്ല മാർക്കറ്റ് ആയിരിക്കും. പിന്നെ 6 o'clock നമുക്കൊരു ഇതും കൂടെ വരുന്നുണ്ട്, ന്യൂസും വരുന്നുണ്ട്. മീഡിയം ഇമ്പാക്റ്റ് ആണ്, ബട്ട് ടൈമാണ്. എനിക്ക് എത്രത്തോളം അത് റിയാക്ട് ചെയ്യും എന്നുള്ളത് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിനു മുമ്പ് ഞാൻ ഫോറക്സിലൊക്കെ മീഡിയം ഇമ്പാക്റ്റ് ആണെങ്കിലും അത്ര വലിയ മൂവ്മെന്റ് ഒന്നും അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. ഈവൻ അത് ഡിപ്പെൻസ് ആണ്. അത് നമുക്ക് അങ്ങനെ നോക്കിയിട്ട് നമുക്ക് ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. ലെറ്റ്സ് സീ. ഞാനിവിടെ 2 ചാർട്ട് എടുത്തിട്ടുണ്ട്. ഒന്ന് നമുക്കിവിടെ MNQയും MES ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ എന്തായാലും ഫസ്റ്റ് ഒരു അനാലിസിസിലേക്ക് പോവാണ്. ഇപ്പോൾ എനിക്ക് എന്തായാലും ഒരു ട്രേഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി കുറച്ച് കീ ലെവൽസും കാര്യങ്ങളൊക്കെ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, കുറച്ചുകൂടെ എനിക്കൊന്ന് നോക്കണം. എന്തായാലും ഞാൻ നോക്കട്ടെ. ഫോർ ഫെയർ വാല്യൂ റിജക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ഒരു ഇൻഡിസിഷൻ ആണ്. കാരണം ഇപ്പോൾ എനിക്കിവിടെ കാണാൻ പറ്റുന്ന ഡെയിലിയിൽ ഓൾമോസ്റ്റ് ഡെയിലി റിജക്റ്റ് ചെയ്യുമോ? കാരണം ഡെയിലി ബൈ സൈഡിൽ കുറിച്ചൊക്കെ എടുത്തിട്ടാണ് പോയേക്കുന്നത്. വീക്കിലി നോക്കിക്കഴിഞ്ഞാൽ ഹൈ ഒക്കെ ടേക്ക് ഔട്ട് ചെയ്തു. ഡെയിലി റിവേഴ്സ് ആകുമോ ഇല്ലയോ എന്നുള്ളതാണ് ഡൗട്ട്. കാരണം എനിക്ക് ഒരു ഹൈ ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ന്യൂയോർക്ക് റിവേഴ്സലാവുമോ അതോ സ്റ്റിൽ അത് കണ്ടിന്യൂഷൻ ആണോ? അതാണ് ഞാൻ നോക്കുന്നത്. ഇൻഡിസിഷനാണ്. കാരണം ഇവിടുന്ന് മാർക്കറ്റ് നന്നായിട്ട് ബുള്ളിഷിലേക്ക് കയറി കഴിഞ്ഞ 2 4 അവർ റേഞ്ചിങ് ആയിരുന്നു. അതൊരു ഇൻഡിസിഷൻ ആയിരുന്നു. മാർക്കറ്റിന് ഇനി മുകളിലേക്ക് പോകണം, താഴേക്ക്. ഇവിടെ ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും. ഒന്നുകിൽ മാർക്കറ്റ് ഇവിടുന്ന് അപ്സൈഡിലേക്ക് റാലി കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ ഇവിടുന്ന് ഒരു ഡ്രോപ്പ് കണ്ടിന്യൂ ചെയ്യാം. ഒരു ഡ്രോപ്പ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. മാർക്ക് ഡിസ്കൗണ്ട് ആയിരിക്കാം. ഇപ്പം റീട്രേസ്മെന്റിൽ എനിക്കൊരു പ്രീമിയത്തിലാണ് നിൽക്കുന്നത് മാർക്കറ്റ്. ബൈ സൈഡ് പോകാനുള്ള ഒരു കൺഫർമേഷൻ എനിക്കൊന്നും കിട്ടിയിട്ടില്ല. MNQ എനിക്ക് ഷോർട്ടാണ് വ്യൂ. കാരണം ബൈ സൈഡ് ലിക്വിഡിറ്റി കംപ്ലീറ്റ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു ഷോർട്ട് ഞാൻ പ്ലാൻ ചെയ്യും. ഇന്നലെ നമ്മൾ സെല്ലായിരുന്നു. ഇന്ന് ഞാൻ എന്തായാലും സെല്ല് ഞാൻ പ്ലാൻ ചെയ്യുകയാണ്. MNQയിൽ പ്രൈസ് കയറുന്നത് ഒരു ഇതിലാണ്. നമുക്ക് എന്തായാലും MNQ ഷോർട്ട് ചെയ്യാം. ഒരു 200 ആണ് റിസ്ക് എമൗണ്ട്. ഞാനൊന്ന് മാറ്റാൻ പറ്റുമോ നോക്കട്ടെ. 250 ആക്കാൻ പറ്റുമോ? 50 ആക്കാൻ പറ്റൂല. MNQ ഞാൻ ഷോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഇന്റർണലെല്ലാം ബെയറിഷ് ആണ്. ഏഷ്യ സ്വെപ്റ്റ് ചെയ്തു. പ്രൈസ് പതുക്കെയാണ് കയറുന്നത്. പെട്ടെന്നൊരു സെൽ ഓഫ് വന്നിട്ട് പതുക്കെയാണ് മാർക്കറ്റ് കയറി പോകുന്നത്. അപ്പോൾ എനിക്കതൊരു ട്രെൻഡ് ലൈൻ ബിൽഡപ്പും കാര്യങ്ങളൊക്കെ ആണ് എനിക്ക് കാണുന്നത്. അനദർ സെക്കൻഡ് ട്രേഡ് അത് ഷോർട്ടാണ്. ഇന്നലത്തെ ട്രേഡ് MESലായിരുന്നു. ഇന്ന് MNQ
ഷോർട്ട് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ആയിരിക്കും. ഇവിടുന്ന് ഏഷ്യ റേഞ്ച് ചെയ്തു, സ്വീപ്പ് ചെയ്തു, സ്ട്രക്ചർ ഷിഫ്റ്റ് വന്നു. ഇവിടെ ഓൾറെഡി മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഓർഡർ ബ്ലോക്കും അതേപോലെ സപ്ലൈ ആയിട്ട് മാർക്കറ്റ് ഓൾറെഡി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ഫെയർ വാല്യൂ എൻട്രി എടുക്കുന്നത്. സ്റ്റോപ്പ് ലോസ് ഇതിൻ്റെ മുകളിൽ വെച്ചുകൊണ്ട് തന്നെ 1:2 എന്നുള്ള. സോ ലെറ്റ്സ് സീ. ഏഷ്യ ലോ ആണ് ഫസ്റ്റ് ടാർഗറ്റ്. അതെന്തായാലും സ്റ്റിൽ എക്സ്റ്റേണൽ ആണ് ട്രേഡ് ചെയ്യുന്നത്. ഇതൊരു വലിയൊരു ഇമ്പൾസ് മൂവ് ആണ്. അതിനുശേഷം ഒരു കറക്ഷൻ, പിന്നെ ഇമ്പൾസ്, പിന്നെ ഇവിടുന്ന് ഒന്ന് പുൾ ബാക്ക് ചെയ്തു. സ്റ്റിൽ പ്രൈസ് ആക്ഷൻ ആണ് മെയിനായിട്ട് ഞാൻ നോക്കുന്നത്. ഇത് നമുക്ക് ഫെയർ വാല്യൂ ഒക്കെ കിടപ്പുണ്ട്. 1 അവറിൻ്റെ ഇംബാലൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ലെവൽ 1 അവറിൻ്റെ ഓർഡർ ബ്ലോക്കും ഉണ്ട്. ഇവിടെ പ്രൈസ് ഇത്ര വരെ എത്തുമോ ഇല്ലയോ എന്നുള്ളത് അവിടെ വന്നോ. ബട്ട് ലെറ്റ്സ് സീ. 1:2 കിട്ടിയാൽ നമുക്ക് ട്രേഡ് എക്സിറ്റ് ചെയ്ത് മാറാം. സ്ലോ പ്രോസസ്സാണ്. പ്രൈസ് പതുക്കെയാണ് കയറുന്നത്. സഡൻ ഫാളിന് ശേഷം പതുക്കെയാണ് പ്രൈസ് കയറി പോകുന്നത്. 4 അവർ ബ്രേക്കാണ്. ഡെയിലി തിരിയാനുള്ള സാധ്യതയാണ്. ഡെയിലി ക്യാൻഡിൽ മേ ബി എക്സ്റ്റേണൽ ഫുള്ള് ടേക്ക് ഔട്ട് ചെയ്തു. മാർക്കറ്റ് എക്സ്റ്റേണൽ ടേക്ക് ഔട്ട് ചെയ്ത ഒരു ഇന്റേണൽ പ്രൈസ് പോകേണ്ടതാണ്. പ്രൈസ് ഇവിടെ നിന്നാണ് കയറിപ്പോയത്. അറ്റ്ലീസ്റ്റ് ഇവിടം വരെ പ്രൈസ് വരണം. ഇവിടം വരെ വരിക എന്ന് പറയുമ്പോൾ തന്നെ അത്യാവശ്യം വലിയൊരു എമൗണ്ട് ആണ്. ഇതാണ് ആ ഒരു കറക്ഷൻ്റെ ഒരു 50% ഇവിടം വരെ ആണ്. കാരണം പ്രീമിയത്തിലാണ് നിൽക്കുന്നത്. അറൗണ്ട് സ്ട്രക്ചറിൻ്റെ 50 മിനിറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ്സ് വൈ ഐ എം പ്ലാനിങ് ഫോർ എ സെൽ. പ്രൈസ് കയറുന്നുണ്ട്. ഇവിടെയും കറക്റ്റാണ്. MES 2 ട്രേഡ് എടുക്കണ്ട. 2 ട്രേഡ് എടുത്താൽ 1% റിസ്ക് ആവും. എന്തായാലും കൺവെൻഷൻ വെച്ചിട്ട് MES ഇവിടെ വന്നിട്ട് പ്രൈസിന് താഴേക്ക് പോകണം. സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. 1:2 ആണ്. നമുക്കൊന്ന് സെലക്ട് ആക്കാം. MES ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. 2% റിസ്ക് ഇട്ടേക്കാം. അത് നമുക്കെന്തായാലും നോക്കാം. മിക്കവാറും 1%, 2 ട്രേഡ് അടിച്ചാൽ എനിക്ക് രണ്ടും അത് ഓക്കെ ആണ്. അപ്പോൾ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഇതെൻ്റെ ഒരു സെറ്റപ്പാണിത്. എന്താ സംഭവം? പ്രൈസ് അവിടെ വരാതെ ട്രിഗർ ചെയ്യാതെ പോയത് കണ്ടാണ്. MQ ആൻഡ് MES രണ്ടും ഞാൻ സെല് ഇട്ടിട്ടുണ്ട്. 1:2 ആണ് ടാർഗറ്റ്. ഡേ 2 ആണ് ഇത്. ഡേ 2 ഞാൻ ഇവിടെ 1% റിസ്ക് എടുത്തേക്കാണ്. 2 ട്രേഡും കൂടെ നിയർലി 1% ആണ്. $500 ആണ് റിസ്ക്. ഇതൊക്കെ ഒരു സൈക്കോളജിയും ഇതിൻ്റെ ഇതാണ്. നമുക്കപ്പോൾ കാണാം. ഇന്നലെ എങ്ങനെയായിരുന്നു ട്രേഡ് വന്നിട്ടുണ്ടായിരുന്നു. അത് നേരെ പോയി ടെസ്റ്റിൽ അടിക്കുകയായിരുന്നു. മറ്റേതാണെങ്കിൽ കറക്റ്റ് TP ആണ്. അറിയില്ല ചിലപ്പം. പക്ഷെ അത് ആ ഒരു എൻട്രി എനിക്ക് ക്വൈറ്റ് ഡിഫറെൻ്റ് ആയിരുന്നു. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു എൻട്രിയും ക്വൈറ്റ് ഡിഫറെൻ്റ് ആണ്. സോ ലെറ്റ്സ് സീ. 9 കോൺട്രാക്ട്സും ഇവിടെ 2 കോൺട്രാക്ട്സും ആണ്. എനിക്ക് 6 o'clock ആ ന്യൂസ് നമുക്ക് കാര്യമായിട്ടൊന്നും വന്നിട്ടില്ല. കാരണം ഇത് സിമ്പിൾ. ഏഷ്യ ഹൈ എടുത്തു. 2ൻ്റെ ഏഷ്യ ഹൈ എടുത്തിട്ടുണ്ട്. ആൻഡ് ഹൈ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി എടുത്തു. ദാറ്റ്സ് വൈ ടേക്കിംഗ് സെൽ. കാരണം അതുവരെ ആ ഒരു ഹൈ ടേക്ക് ഔട്ട് ചെയ്യുന്നത് ബൈ ആയിരുന്നു പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു ഹൈ 2ൻ്റെ എടുത്തു. കാരണം ഇപ്പോൾ ഈ MNQവും ഈ പറയുന്ന MES രണ്ടും ഓൾ ടൈം ഹൈയിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗൈസ് ഒരു ട്രേഡ് എൻ്റർ ആയിട്ടുണ്ട്. 2 എൻ്റർ ആയി. സോ മൈ സെക്കൻഡ് ഡേ ട്രേഡ് ആണ്. സെയിം ടൈം 2 ട്രേഡും ട്രിഗർ ആയിട്ടുണ്ട്. ഒന്ന് SL ആണോ TP ആണോ വാട്ട് എവർ ഇറ്റ് ഈസ് നോക്കാം.
ഫിക്സ്ഡ് റിസ്ക് റിവാർഡാണ് ഫോളോ ചെയ്യുന്നത്. 1:2, 1:2, രണ്ടും 1:2 ആണ്. സോ 6:06 ഇന്ത്യൻ ടൈം, നമുക്കിവിടെ 8:36 ആ സമയത്താണ് ട്രേഡ് ട്രിഗർ ആയത്. നല്ല ടൈമാണ്, കറക്റ്റ് ടൈമാണ് എൻട്രി വന്നേക്കുന്നത്. സോ ഇത് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്താൽ അടിപൊളിയായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ലോസ്, പിന്നെ കുറേ ലോസസ് എടുത്ത് കുറേ അക്കൗണ്ടുകളൊക്കെ ബ്രീച്ച് ചെയ്തുകൊണ്ട് മാറ്റർ. എന്നാലും ഹോപ്പ് ഇതിൽ സക്സസ് ആകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇത്ര നാൾ ഞാൻ എന്തിലായിരുന്നു, ഫോറക്സിലായിരുന്നു ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. ബട്ട് അവിടെ കുറേ ഈ പറയുന്ന ബ്രോക്കറിൻ്റെ കുറേ ലിക്വിഡിറ്റി കാര്യങ്ങളൊന്നും കറക്റ്റ് ആകാതെ വരിക, അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ കാരണം. ഐ ഹോപ്പ് ഫ്യൂച്ചർ വിൽ ബി ടേൺ മൈ എൻ്റയർ കരിയർ ഇൻ ദിസ് ഫൈനാൻഷ്യൽ മാർക്കറ്റ്. ഫ്യൂച്ചേഴ്സ് എനിക്ക് നല്ലൊരു ഫ്യൂച്ചർ തരുമെന്ന് വിശ്വസിക്കുന്നു. ഓൾമോസ്റ്റ് TP എത്തിക്കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ബ്രേക്ക് ഇവൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും അത് സെറ്റ് ഓഫ് ചെയ്യും. MES ആൻഡ് രണ്ടും ടേക്ക് പ്രോഫിറ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോക്കാം. സോ ഞാൻ എന്തായാലും ട്രേഡ് പ്ലേ ചെയ്യട്ടെ. യെസ്, ഓൾമോസ്റ്റ് ഞാൻ ബിഹൈൻഡ് ദ സീൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഒന്നും പോയില്ലായിരുന്നു, ചാർജ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇടയ്ക്ക് ഫോണൊക്കെ ചെക്ക് ചെയ്യും. ആക്ച്വലി ഫോൺ വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം മനസ്സിൽ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാനില്ല. പിന്നെ റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ ഞാനൊന്ന് കണ്ടു പഠിക്കുകയാണ്. കറക്റ്റ് ടൈമിങ്ങിൻ്റെ റിയാക്ഷൻസ് എങ്ങനെയാണ്, എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഫോം ചെയ്തിട്ടുള്ള ആ ഒരു ബിഗ് ഫാളിൻ്റെ ആ ഒരു അതെന്ന് പറയുന്നത് ഒരു 90, അതായത് ന്യൂയോർക്കിൻ്റെ 9:30 ആണ്. 9:30 അഗ്രഷനാണ് ഇപ്പോൾ കാണുന്നത് തന്നെ. നമുക്ക് കറക്റ്റായിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. 9:30, 9 o'clock ഇവിടുന്ന് ഓൾമോസ്റ്റ് നല്ല സ്റ്റോക്ക് മാർക്കറ്റ് കാണാനൊക്കെ ആക്റ്റീവ് ആവുന്ന ടൈമാണ്. സോ ഇപ്പോൾ രണ്ടിലും ട്രേഡ് കിടക്കുകയാണ്, ബോത്ത് MES ആൻഡ് MNQ. സോ ലെറ്റ്സ് സീ. ബ്രേക്ക് ഈവൻ ക്രൈറ്റീരിയ എനിക്ക് ആയിട്ടില്ല. ഇതിൻ്റെ ഒരു റിയാക്ഷൻ നമുക്ക് കണ്ടാൽ അറിയാം. എനിക്ക് തോന്നുന്നത് ചെറിയ കോളറേഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രശ്നം. ഇതന്നെയാണ് എനിക്ക് ഞാൻ ഫോറക്സിൽ ചെയ്ത സമയത്തും EURUSDയും GBPയും കൂടെ ചെയ്ത സമയത്ത് രണ്ടും ഒരേപോലെ ഇതുപോലെ ട്രേഡ് എടുക്കും. ബട്ട് അവസ്ഥ ഒന്നുകിൽ SLM അല്ലെങ്കിൽ മാനിപ്പുലേഷനും ഇതൊക്കെ ആയിരിക്കും. എന്തായാലും ഞാൻ അക്സെപ്റ്റ് ചെയ്യും. അത് ഈവൻ വിൻ ആണെങ്കിലും ലൂസ് ആണെങ്കിലും അത് എന്തുകൊണ്ടാണ് വിൻ ആകുന്നത്, എന്തുകൊണ്ടാണ് ലൂസ് ആകുന്നത്, അത് ഞാൻ എന്തായാലും അത് കംപ്ലീറ്റ് ഡാറ്റാസ് കാണാനൊക്കെ ഞാൻ അവിടെ എഴുതി വെക്കും. അത് അങ്ങനെയാണ്. MES ക്വൈറ്റ് എന്താ പറയുക, നല്ല രീതിയിൽ പിടി മുറുക്കുന്നുണ്ട് MES. ബട്ട് MNQ നല്ല സ്ട്രോങ് ആയിട്ട് നല്ല രീതിയിൽ ഡ്രോപ്പ് ആവുന്ന സിനാരിയോ ആണ് എനിക്ക് തോന്നുന്നത്. MNQവും MESും പിടിക്കൂലെന്ന് എനിക്കറിയില്ല, കാരണം നമ്മളല്ല മാർക്കറ്റ് മേക്കേഴ്സ്. നമ്മൾ ജസ്റ്റ് ചെറിയ റീറ്റെയിൽ ട്രേഡറാണ്. ഈ മൂവേഴ്സ് ഒന്നും നമ്മളല്ല. അപ്പോൾ പ്രോപ്പർ റിസ്ക് മാനേജ്മെൻറ്റ് ആൻഡ് പ്രോബബിലിറ്റി ഗെയിം, ദാറ്റ്സ് ഇറ്റ്. മനസ്സെടുത്ത് ട്രേഡ് എടുത്താൽ പിന്നെ അതിൻ്റെ അകത്ത് നമുക്ക് ഓപ്ഷൻസ് ഇല്ല. ഡു ഓർ ഡൈ സിറ്റുവേഷൻ ആണ്. ഇതിലിപ്പോൾ എനിക്കിപ്പം വിൻ ഓർ ലൂസ് ആണെന്ന ആ ഒരു സിറ്റുവേഷൻ. ഇതിൽ എനിക്ക് കോസ്റ്റ് ആക്കാനുള്ള ഇത് ആയിട്ടില്ല. ഈ 50 മിനിറ്റിൻ്റെ ക്യാൻഡിൽ 10 മിനിറ്റ്സും കൂടെ ഉണ്ട്. 10 മിനിറ്റ്സ് ക്ലോസ് കിട്ടിയിട്ട് അടുത്ത 50 മിനിറ്റ് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് അത് നോക്കിയിട്ടായിരിക്കും ഞാൻ എൻ്റെ ബ്രേക്ക് ഇവൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഞാൻ MNQയിൽ ഞാൻ നോക്കുന്നത്. ആഫ്റ്റർ ദാറ്റ് MES നല്ല വോളറ്റാലിറ്റി കാണിക്കുന്നുണ്ട് രണ്ട് സൈഡിലായി. സോ ലെറ്റ്സ് MESൻ്റെ കഴിഞ്ഞ 2 ക്യാൻഡിലും റിജക്ഷൻ ക്യാൻഡിൽസ് ആണ്. ഇതും പക്ക ഒരു എന്താ പറയുക, രണ്ട് സൈഡിലും റിജക്ഷൻസ് ആണ്. ഇൻഡിസിഷൻസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് MES. MNQ പക്കയായിട്ട് സെറ്റ് ഓഫ് എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. പക്ഷേ ഏതായിരിക്കും ടേക്ക് ഔട്ട് ചെയ്യുക എന്നുള്ളത് നോക്കാം. എനിക്ക് തോന്നുന്നു മേ ബി രണ്ടും ഒരേപോലെ TP അടിക്കാനാണോ, കാരണം
കാരണം ഇത് കോൺട്രാക്ട് സൈസ് തന്നെ ഡിഫറൻസ് ആണ്. നമുക്ക് നോക്കിയാൽ തന്നെ ഇത് 2 കോൺട്രാക്റ്റും ഇപ്പുറത്ത് 9 കോൺട്രാക്ട്സുമാണ് കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വോളറ്റാലിറ്റി എന്തായാലും ഉണ്ടാവും. പിന്നെ ടാർഗറ്റിൻ്റെ കേസ് ഇവിടെ 46 ടിക്സ് ആണ്, 22 ടിക്സ് ആണ്. SL ഇവിടെ 442 ആണ് എൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കുറച്ച് അടുത്താണ്, ഇത് കുറച്ച് അടുത്തല്ല, അതാണ് ആ ഡിഫറൻസ്. MES കുറച്ച് ഭയങ്കര അടുത്താണ് ആ ടാർഗറ്റ് വെച്ച് ഇടുന്നത്. കാരണം രണ്ടിൻ്റെയും ഏഷ്യൻ്റെ ലോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ രണ്ടിൻ്റെയും ഏഷ്യ ലോ എടുത്തിട്ടില്ല, പക്ഷെ രണ്ടിൻ്റെ ഏഷ്യ ഹൈ എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് ട്രേഡിലേക്ക് എൻ്റർ ആവാനുള്ള റീസണും കൂടെ. ഇത് മാത്രമല്ല, ഐ തിങ്ക് എനിക്ക് തോന്നുന്നത് MNQ ബ്രേക്ക് ഇവനിലേക്ക് കയറ്റാൻ ടൈം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. വെച്ച് MNQ നല്ല ഡ്രോപ്പാണ്, ഫോളിങ് ഡ്രോപ്പ്. എനിക്ക് പണ്ട് മുതലിട്ട് ശീലമാണ് ഈ ചാർട്ട് നോക്കിയിരിക്കുക. ട്രേഡ് എടുത്താൽ എനിക്ക് അറിയില്ല, അത് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് മാറി നിൽക്കാൻ എനിക്ക് അറിയില്ല. അത് ട്രേഡിങ്ങിലേക്ക് ഞാൻ എൻ്റർ ചെയ്ത സമയം മുതൽ ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്ന. അത് നല്ലതാണോ മോശമാണോ അതൊന്നും എനിക്കറിയില്ല. ബട്ട് നോക്കിയിരിക്കുമ്പോൾ ഒബ്വിയസ്ലി ആ ഒരു ഇമോഷൻസ് എടുക്കും. അതായത് പിന്നെ സെക്കൻഡ് ഗെസ്സിങ്സ് കാര്യങ്ങളൊക്കെ വരാനുള്ള പ്രോബബിലിറ്റി എന്തായാലും കൂടുതലാണ്. കാരണം ഇതിനു മുമ്പ് പ്രൈസ് ഇവിടുന്ന് MESൻ്റെ കേസിൽ പ്രൈസ് ഇവിടുന്ന് ബുള്ളിഷിലേക്ക് റിയാക്ട് ചെയ്ത സമയത്ത് ഞാനിവിടെ ഒരു സോൺ വരച്ചു. അപ്പോൾ അതെനിക്കൊരു കൺഫ്യൂഷനായി, ഇനിയിപ്പോൾ അത് SL അടിക്കുമോ. ചിലപ്പം ഒരു ധൈര്യത്തിന് വേണ്ടിയിട്ട് ഈ പറയുന്ന ഒരു സോൺ ഞാനങ്ങ് ഒരു സോണായിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തു, എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട്. കാരണം ഇവിടെ എനിക്ക് വേറെ സോണൊന്നും ഇല്ല, MNQയിൽ വേറെ സോണൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഓൾറെഡി ആ സോൺ മിറ്റിഗേറ്റഡ് ആയതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ അവിടെ വേറെ ലെവൽസ് ഒന്നും ഇല്ല. പിന്നെ ഓൾറെഡി ഒരു ലെവൽ ഉണ്ടായിരുന്നു, ഈ ഗ്രേ ലൈൻ, ഈ പ്രൈസ് അതെനിക്ക് ഉറപ്പായിരുന്നു ആ പ്രൈസിലേക്ക് എന്തായാലും എത്തും എന്നുള്ളത്. കറക്റ്റ് ആ പ്രൈസിൽ വന്നിട്ട് മാർക്കറ്റ് ടാപ്പ് ചെയ്തിട്ടാണ് ആ റിയാക്ഷൻ, നല്ലൊരു റിയാക്ഷൻ താഴേക്ക് തന്നെ. 0.5 ആൻഡ് 0.5 നിയർലി 1% റിസ്ക് ആണ് ഈ ടോട്ടൽ ട്രേഡ്സിന് വേണ്ടിയാണ് ഇട്ടേക്കുന്നത്. അതായത് റിസ്ക് കൂടുതലാണ്, കാരണം കമ്പാരിറ്റീവ്ലി അറ്റ് സെയിം ടൈം ഞാൻ 0.5 എന്നുള്ള രീതിയിലാണ് റിസ്ക് ഇട്ടേക്കുന്നത്. കാരണം ഇന്നലെ റിസ്ക് ഇട്ടത് 0.5 ഡയറക്റ്റ് സ്റ്റോപ്പ് ഔട്ട് ആയിരുന്നു. അതുകൊണ്ട് മാത്രമല്ല ഞാൻ ആ ഒരു റിവെഞ്ച് എന്നുള്ള രീതിയിലല്ല എടുത്തത്. എനിക്ക് ആ കൺവിക്ഷൻ ഉണ്ട്, ആ കൺവിക്ഷൻസിൻ്റെ ബേസിലാണ്, ആ ഒരു കൺവിക്ഷൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ ആ റിസ്ക് എടുക്കാൻ തയ്യാറായത്. എന്ന് കരുതി എപ്പോഴും എനിക്കങ്ങനെ എടുക്കണമെന്നില്ല. കാരണം ഇന്നലത്തെ ആ ഒരു ട്രേഡിൽ തന്നെ ഞാൻ രണ്ടിലും ഈ സെയിം കീ ലെവൽ ഇതുപോലെ മാർക്ക് ചെയ്തിട്ടും ഞാൻ ഒന്നിലും എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളൂ. അതിൽ SL മറ്റേതിൽ TP. ഇതിൽ ഇന്നത്തെ നമ്മുടെ സെക്കൻഡ് ഡേയിൽ രണ്ടിലും ഞാൻ എക്സിക്യൂട്ട് ചെയ്തു, രണ്ടും ട്രിഗറായി. അൺടിൽ നമുക്ക് റിസൾട്ട് പ്ലസ് ഓർ നെഗറ്റീവ് ഒന്നും തീരുമാനിക്കാറായിട്ടില്ല. ലെറ്റ്സ് വെയിറ്റ് ഫോർ 50 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ്. MES സമ്മതിക്കുന്നില്ല, സെല്ലിലേക്ക് പോകാൻ അങ്ങനെ തീരെ സമ്മതിക്കുന്നില്ല, പിടി മുറുക്കിയേക്കാണ് MES. MNQ ഡയറക്റ്റ് ആ കീ ലെവലിൽ നിന്ന് എൻട്രി എടുക്കുകയാണെങ്കിൽ ഓൾറെഡി 1:2 കിട്ടിയാനെ. ഞാൻ അവിടെ നിന്ന് എൻട്രി എടുത്തില്ല, ആ ഒരു ഫെയർ വാല്യൂ എന്നാണ് എൻട്രി എടുത്തത്. MNQ ഡയറക്റ്റ് ഓർഡർ ബ്ലോക്ക് എൻട്രി ചെയ്യാൻ പൊട്ടി താഴെ വീഴുമോ. HC നല്ല ഡ്രോപ്പാണല്ലോ, എന്താ ഇത് അഗ്രഷൻ ആണല്ലോ. ആസ് സൂൺ ആസ് പോസിബിൾ ആയിട്ട് ഞാൻ ബ്രേക്ക് ഈവൻ ആക്കുകയാണ് ഗൈസ്. ഞാൻ എൻ്റെ ഈ ട്രേഡ് ഞാൻ ബ്രേക്ക് ഈവൻ ആക്കുകയാണ്, സ്റ്റോപ്പ് ലോസ് മോഡിഫൈ ചെയ്തു. ഇനി എന്തായാലും ഓൾമോസ്റ്റ് MNQ ഞാൻ ബ്രേക്ക് ഈവൻ ആക്കി, MES ബ്രേക്ക് ഈവൻ ഞാൻ എന്തായാലും ആക്കുകയാണ്, വേറെ ഓപ്ഷൻ ഇല്ല ഗൈസ്. ഞാൻ MES ഓക്കെ. സോ കറൻ്റ്ലി വി ആർ ഇൻ എ റിസ്ക് ഫ്രീ ട്രേഡ്. ഇനിയിപ്പോൾ SL അടിക്കുവാണെങ്കിലും കോസ്റ്റ് ടു കോസ്റ്റ് എന്നുള്ള രീതിയിലായിരിക്കും ട്രേഡ് ക്ലോസ് ആവുക. ഇപ്പോഴൊന്ന് സമാധാനമായത്. ഇനി ഇതിപ്പോൾ നേരെ തിരിഞ്ഞ് പോവോ ഇല്ലയോ ഒന്നും എനിക്കറിയില്ല. ബ്രേക്ക് ഈവൻ ആക്കേണ്ടത് ബ്രേക്ക് ഈവൻ ആക്കി. കാരണം ഇതാണ് എനിക്ക് ഏറ്റവും വരുന്ന മിസ്റ്റേക്സ്. കാരണം ഞാൻ ബ്രേക്ക് ഈവൻ ആക്കാം, കാരണം അത്രയും കുറച്ചെന്നാലും ബ്രേക്ക് ഈവൻ ആക്കത്തില്ല ഞാൻ. എന്താ ഒബ്വിയസ്ലി 50 മിനിറ്റ് ക്ലോസ് ആയിട്ടില്ല, എയർലി ബ്രേക്ക് ഈവൻ ആക്കി. എന്നിരുന്നാലും ചെയ്ത ഡിസിഷനെ പിന്നെ തിരിച്ച് കയറ്റ് അത് ഞാൻ നേരത്തെ എപ്പോഴും ചെയ്യുമായിരുന്നു. പക്ഷേ ഇത്തവണ ഞാനത് ചെയ്യില്ല. ഇതിപ്പോ നേരെ, കാരണം ഇനി എനിക്കത് നോക്കേണ്ട കാര്യമില്ല, അത് ബ്രേക്ക് ഈവൻ ആണ്, രണ്ട് ട്രേഡും ബ്രേക്ക് ഈവൻ ആണ്. സോ എനിക്കത് ഷെയർ ചെയ്യാം, അത് വിച്ച് മീൻസ് എനിക്ക് എൻ്റെ ചാനലിലേക്ക് അപ്ഡേറ്റ് ചെയ്യാം. ലോസ് ആയില്ലല്ലോ, അത് മതി. കാരണം ഇത്രയും അഗ്രഷൻ ഞാൻ പ്രതീക്ഷിച്ചില്ല. ന്യൂയോർക്ക് ടൈം 9:43 നല്ല ടൈമാണ് ട്രേഡ് ചെയ്യാൻ പറ്റിയ, നല്ല വളറ്റാലിറ്റി ഉണ്ട്. ഏഷ്യ ലോ എടുത്തിട്ടില്ല. ഞാൻ ആ അടുത്ത 50 മിനിറ്റ് ആണ് വെയിറ്റ് ചെയ്യുന്നത്. അടുത്ത 50 മിനിറ്റ് നല്ലൊരു ഡ്രോപ്പ് തരുമോ ഇല്ലയോ എന്നുള്ളതാണ്. കാരണം ഈ 50 മിനിറ്റിന് കാരണം നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അതാണ് ഞാൻ ആദ്യം അടിച്ചത്. പിന്നെ അത്രയും പെട്ടെന്നൊരു ഫോൾ വന്നപ്പോഴത്തേന് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾക്കാണെങ്കിലും സ്റ്റിൽ ബിഗിനിങ് ഫേസിലൊക്കെ നിൽക്കുന്ന ആളുകൾക്കാണെങ്കിലും മേ ബി കത്തുമായിരിക്കാം. കാരണം പെട്ടെന്നൊരു ഫാള് വരുമ്പോഴത്തേന് ലൈക്ക് ഒരു ഇമോഷനാണത്, അല്ലാന്ന് ഞാൻ പറയുന്നില്ല. അത് ഇമോഷൻ്റെ ഇത് ഞാൻ ഇമോഷൻ്റെ ബേസിൽ മാത്രമല്ല, കാരണം ഇതൊക്കെ ഞാൻ സ്വയം പറയാണ്, ഞാൻ ആരോടും സംസാരിക്കുന്നുമില്ല. ഇതൊക്കെ ഭാവിയിൽ നിങ്ങൾ ഈ പറയുന്ന വീഡിയോസൊക്കെ പബ്ലിക്കലി ഞാൻ ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തായാലും ഇത് കാണും. അപ്പോൾ ഇത് ഫ്യൂച്ചറിന് വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ ഷെയർ ചെയ്യുന്നത്. ഫ്യൂച്ചേഴ്സ് മൈ ഓഡിയൻസ്, ഫ്യൂച്ചറിൽ കാണുന്ന ആളുകൾ
ട്രേഡിങ്ങിലേക്ക് ഫസ്റ്റ് ടൈമായിട്ട് ആ ഒരു ടൈമിൽ കടന്നു വരുന്ന ആളുകൾ. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ ഒരു സീരീസ് ആരെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. അതൊന്നോ റിയാക്ഷൻ കണ്ടോ, 15 മിനിറ്റ് അത്രയും ഫോള് വന്നതിന് ശേഷം അവിടെ പോയിട്ടാണ് ക്ലോസ് ചെയ്തത്. TPന്റെ വക്കത്താണ് വന്നത്. MES കറക്റ്റ് TPന്റെ ആ ഒരു ഏരിയയിൽ എത്തിയിട്ട് തിരിച്ചു കയറിപ്പോയി. പക്ഷെ ഇതെത്തിയില്ല. ബട്ട് ഇതെത്തിയ ഇനിയിപ്പം ഷുവറാണെന്ന് എനിക്കറിയില്ല. ബ്രേക്ക് ഈവൻ ആക്കി കഴിഞ്ഞാൽ പാതി സമാധാനമുണ്ട്. മാക്സിമം നിങ്ങൾ ട്രേഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ എടുക്കുന്ന റിസ്ക് ആണ്. പോകുമ്പോൾ SL അടിച്ചല്ലോ എന്നുള്ളൊരു തോട്ട് വരും. അപ്പോൾ ആസ് സൂൺ ആസ് പോസിബിൾ ആയിട്ട് റിസ്ക് മാനേജ്മെന്റിന്റെ ഒരു രീതിയിൽ പ്രോപ്പർ കൺഫർമേഷൻസിൽ വെച്ചിട്ട് ബ്രേക്ക് ഈവൻ ആക്കാൻ ശ്രമിക്കുക. കാരണം നമുക്ക് ഇനിയും ഓപ്പർച്യൂണിറ്റീസ് വരും. MES ബ്രേക്ക് ഈവൻ അടിക്കുമോ? നല്ല പണിയാണല്ലോ വന്നേ. കറക്റ്റ് ഈ ഓർഡർ ബ്ലോക്കിൽ നിന്നാണ് ആ റിയാക്ഷൻ വന്നത്. പക്ഷെ ഇവിടെ TP വെച്ചാൽ മതിയായിരുന്നു. കറക്റ്റ് ആ ഒരു ഇതിനായിരുന്നു. മിസ്സായിപ്പോയി. പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇത് 1:2.9 ഉണ്ട്. പക്ഷേ ഇതിനും തിരിയില്ലോ, ഒരു ഐഡിയ ഇല്ല. നോക്കാം. റണ്ണിങ് ക്യാൻഡിലിനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഒന്നാമത്തെ വിഷയം. ഒരു റണ്ണിങ് ക്യാൻഡിൽ എപ്പോൾ വേണമെങ്കിലും അതിന്റെ ക്യാരക്ടർ ബുള്ളിഷിൽ നിന്ന് ബെയറിഷിലേക്കും ബെയറിഷിൽ നിന്ന് ബുള്ളിഷിലേക്കും ഇതൊക്കെ തിരിയാനുള്ള പ്രോബിലിറ്റി. വി കാൻ ട്രസ്റ്റ് എ റണ്ണിങ് ക്യാൻഡിൽ. ഈ ഒരു 50 മിനിറ്റിന് എന്തായിരിക്കും ചെയ്യുക? പ്രൈസ് ആക്ഷൻ വെച്ച് നോക്കുമ്പോൾ എനിവേ എന്തായാലും, കാരണം ഒരു ലാസ്റ്റ് ഹയർ ഹൈ, പിന്നെ അതിനുശേഷം ഒരു ബ്രേക്ക് ഇവിടെ ബോർഡ് വന്നു. ഒരിടത്ത് ലോവർ ഹൈ ബ്രേക്ക് ചെയ്തു, അടുത്ത ലോവറിലും താഴേക്ക് ബ്രേക്ക് ചെയ്യണം. ഇവിടെയും സെയിം സിനാരിയോ ആണ്. ഈ ലോ ആണ് ടേക്ക് ഔട്ട് ചെയ്യേണ്ടത്. അതാണ് വെയിറ്റ് ചെയ്യുന്നത്. ദിസ് ലോ ഷുഡ് ഹാവ് ടു ബ്രേക്ക്. അപ്പോഴത്തേന് ഏഷ്യ ലോ ഒക്കെ എടുക്കും. അപ്പോൾ നോക്കാം എങ്ങനെ ഇത് വർക്കൗട്ട് ആകുമെന്നുള്ളതൊക്കെ. എന്താ സംഭവം? ഈ ഒരു 50 മിനിറ്റ് ക്യാൻഡിലും കൂടെ ക്ലോസ് ആയ അവിടെ നിന്ന് അങ്ങ് തിരിഞ്ഞു പോകുന്നുണ്ട്. അതാണ് പ്രശ്നം. സോ എന്തായാലും നോക്കാം. സോ ഗൈസ്, അങ്ങനെ നമ്മുടെ MES TP അടിച്ചിട്ടുണ്ട്. MNQ TP അടിക്കേണ്ട ഒരു അറ്റത്ത് നിൽക്കുകയാണ്. എന്തായാലും 1:2 നമുക്ക് സെക്കൻഡ് ഡേ കിട്ടി. ഇനി 1:2 കിട്ടുമോ നോക്കാം. TP അടിക്കുമോ ഇല്ലയോ എന്നുള്ളത്. യെസ്, ഡൺ ഫോർ ദ ഡേ ഗൈസ്, ഡൺ ഫോർ ദ ഡേ. ഈ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഡേ 2 നമുക്കിവിടെ തീർന്നിരിക്കുകയാണ്. സോ I'm happy for that. Yesterday was a losing day and today we got 2 trades. നമുക്ക് 2 ട്രേഡ്സ് അത് വിന്നിങ് ആയിരുന്നു. പ്രോപ്പർ 1% റിസ്ക് എടുത്തു. ഒബ്വിയസ്ലി ടാർഗറ്റ് ഈ പറയുന്ന ഇതിലേക്ക് അടിച്ചു. അക്കൗണ്ട് ബാലൻസ് $50,680 ആണ് അക്കൗണ്ട് ബാലൻസ് കിടക്കുന്നത്. ജസ്റ്റ് നമുക്കൊന്ന് ഡാഷ്ബോർഡിലേക്കൊന്ന് പോയി നോക്കാം. ഒരു മിനിറ്റ്. ഡാഷ്ബോർഡ് ഇതായിട്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ. ആബിറ്റേഷൻ ആണ്. അക്കൗണ്ട് ഡീറ്റെയിൽസ് യെസ്, നമുക്ക് $680 പ്രോഫിറ്റ് ആയിട്ടുണ്ട്. $680 പ്രോഫിറ്റ് ആണ്. വിച്ച് മീൻസ് ഇന്ന് നമ്മൾ പ്രോഫിറ്റ് ആണ്. ഇന്നത്തെ PNL ആണിത്. യെസ്റ്റർഡേ വി ലൂസ് $268 ആൻഡ് ടുഡേ വി വിൻ $948.5. അപ്പോൾ എങ്ങനെയാണ് ശരിക്കും? നെറ്റ് 68 കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വന്നേക്കുന്ന 948.5 മൈനസ് 0.5 മൈനസ് 268. യെസ്, കറക്റ്റാണ്. കറക്റ്റാണല്ലോ. നെറ്റ് പ്രോഫിറ്റ് ആണ് കാണിക്കുന്നത്. ബാക്കി കമ്മീഷൻസ് കാര്യങ്ങളാണ്. കാരണം കമ്മീഷൻസ് ഒന്നും ഇവിടെ അങ്ങനെ ഇല്ല. കമ്മീഷൻസ് ഒന്നും ഇല്ല ഇവിടെ. കുറവാണ് കമ്മീഷൻസ്. കാരണം ഇവിടെ അങ്ങനെ സ്പ്രെഡോ കാര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ട് അത് തന്നെ വലിയൊരു തലവനെയായിരുന്നു സ്പ്രെഡ്. അത് ഇവിടെ ഇല്ല. സോ അങ്ങനെ 2 ഡേ, ഫസ്റ്റ് ഡേ ലോസ് ആൻഡ് സെക്കൻഡ് ഡേ പ്രോഫിറ്റ്. ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്താ പറയുക, $8 എനിക്ക് കമ്മീഷൻസ് ഇന്നലത്തെ ട്രേഡിൽ. അത് 1 സെക്കൻഡ് കൊണ്ടിട്ടാണ് ആ ലോസ് ബുക്ക് ചെയ്തത്. ജസ്റ്റ് 1 സെക്കൻഡ് കൊണ്ടിട്ട് നമുക്കിവിടെ കാണാം. ആവറേജ് ലോസ് ആയതും വിന്നിങ് ഡ്യൂറേഷൻസും, കാരണം ആ ട്രേഡ് കംപ്ലീറ്റ്ലി എത്രത്തോളം പ്ലേ ചെയ്തിട്ടുണ്ട് മാർക്കറ്റിൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെ നമ്മളൊരു 1% അപ്പിലാണ്. ഇനി എനിക്ക് 2500 സംതിങ് കൂടെ വേണം.
എനിക്ക് പ്രോഫിറ്റ് ടാർഗറ്റിലേക്ക് എത്തിക്കാൻ. ഇവിടെ $2,320 കൂടെ വേണം എനിക്ക് നമ്മുടെ ഇതിലേക്ക് ചലഞ്ച് ഇവാലുവേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. സോ ഐ ഹോപ്പ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഞാനിത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫുൾ ട്രാൻസ്പെറൻസി ആണ്. നോ മോർ ഹൈഡിങ്, നത്തിങ്, ജസ്റ്റ് ഷോയിങ് ദ പ്രോസസ്. സോ ഗൈസ്, അങ്ങനെ നല്ലൊരു ബ്രേക്കാണ്. നമുക്കിത്രയും മതി. കാരണം ഇപ്പോൾ ഇത് കണ്ടു, ഇവിടെ നമുക്ക് 1:3 കിട്ടിയിട്ടുണ്ട്. ഇവിടെ 1:2 രണ്ടും എടുത്തിട്ടുണ്ട്. സോ എന്തായാലും ഞാൻ 1:2 എന്നുള്ള രീതിയിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുകയാണ്. 1:2 തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുക. കാരണം ഇതിൽ 50% കൺസിസ്റ്റൻസി റൂൾ ഉണ്ട്. അതായത് ടോട്ടൽ പ്രോഫിറ്റിൻ്റെ 50% മുകളിലേക്ക് പോകാൻ പാടില്ല എന്നുള്ളത് ആ കൺസിസ്റ്റൻസി ഉണ്ട്. അതായത് $3,000 $1,000 ഒരു ദിവസം അച്ചീവ് ചെയ്യാൻ പാടില്ല. കാരണം ഞാൻ $1,000 ഒരു ദിവസം അച്ചീവ് ചെയ്തിട്ടില്ല. സോ ദാറ്റ് ഈസ് കൺസിസ്റ്റൻസി. അപ്പോൾ 948 നെറ്റ് ഈ പറയുന്ന അറൗണ്ട് ഒരു $950 മാത്രമേ ഈ ഒരു ദിവസം ഞാൻ ബുക്ക് ചെയ്തിട്ടുള്ളൂ. എക്സ്ട്രാ ഒരു $1,000 പോലും ഞാൻ ബുക്ക് ചെയ്തിട്ടില്ല. സോ എനിവേ എന്തായാലും നമുക്ക് നെക്സ്റ്റ് ഡേയിൽ നമുക്കിനി കാണാം. നല്ലൊരു മാർക്കറ്റിൽ നമുക്ക് ഇതുപോലെ ഇരിക്കാം. സോ ഇതൊക്കെയാണ് എൻ്റെ കംപ്ലീറ്റ് ട്രേഡ് മോഡൽസ്. ഞാൻ എങ്ങനെ ട്രേഡ് എടുക്കുന്നു, എന്താണ് എൻ്റെ ട്രേഡിങ് സ്ട്രാറ്റജീസ്, കാര്യങ്ങളതൊക്കെ ഞാൻ ഇവിടെ കാണാം. ഫ്രം ദ ബിഗിനിങ് മുതൽ ഞാൻ എങ്ങനെയാണ് ഈ മാർക്കറ്റിനെ അനലൈസ് ചെയ്തതും എങ്ങനെയാണ് ട്രേഡ് എടുത്തതും എല്ലാം കംപ്ലീറ്റ് കാര്യങ്ങൾ. അതായത് എന്തോ മേ ബി ഒരു SMC ഒക്കെ അറിയാവുന്ന ആളുകൾക്ക് മേ ബി പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും മേ ബി ഫോറക്സും ഫ്യൂച്ചേഴ്സും തമ്മിലുള്ള ഒരു മെയിൻ വ്യത്യാസം, ആ കിക്ക് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ എന്ന് കരുതിയിട്ട് ഫ്യൂച്ചേഴ്സിലേക്ക് വന്നാൽ നിങ്ങൾ സക്സസ് ആവും അങ്ങനെയൊന്നും ഇല്ല. കാരണം എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ മോർ ദാൻ 3 years, ഐ തിങ്ക് 2023 ഞാൻ ഫോറക്സിലേക്ക് സ്റ്റാർട്ട് ചെയ്തത്. 23, 24, 25 ആൻഡ് കറൻ്റ്ലി 26. ഞാൻ ഡിസംബറിലാണ് റീസ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, അത്രയും നാൾ ഞാൻ ഫോറക്സിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ പരിപാടികളും ഞാൻ ചെയ്തിട്ടുണ്ട്. അതിലെനിക്ക് ഒരു പേ ഔട്ടാണ് കിട്ടിയിട്ടുള്ളത്. ആഫ്റ്റർ ദാറ്റ് അവിടെയാണ് എനിക്ക് ഇത് പറ്റൂ എന്നുള്ള ഒരു സംഭവം എനിക്ക് വന്നത് അവിടെയാണ്. അതായത് ട്രേഡിങ് എൻ്റെ ഫീൽഡാണ് ട്രേഡിങ്. കാരണം വേറൊരു കരിയർ എനിക്ക് ഫിറ്റ് അല്ല. കാരണം അപ്പോഴാണ് ഞാൻ ട്രേഡിങ്ങിൽ അത്രയും ഡീപ്പായിട്ട് അറ്റാച്ച് ആയത്. ട്രേഡിംഗ് ആണ് എൻ്റെ മെയിൻ ഫോക്കസ്, അല്ല മെയിൻ കരിയർ എന്ന് പറയുന്നത്. സോ വൺ ഓഫ് ദ ഹാർഡസ്റ്റ് സ്കില്ലാണ് ഞാൻ മാസ്റ്റർ ചെയ്യുന്നത്. കംപ്ലീറ്റ്ലി ആ ഒരു റെസ്പെക്റ്റ് ഞാൻ എപ്പോഴും കൊടുക്കും. ഓവർ ഗ്രീഡിനെസ്. കാരണം ഈ പ്രോഫിറ്റൊക്കെ ഒരൊറ്റ ഇനി വേണമെങ്കിൽ എനിക്ക് അടുത്ത ട്രേഡ് എടുത്തിട്ട് ഇത് മൊത്തത്തിൽ കൊണ്ട് കളയാം. തുടക്കത്തിൽ ട്രേഡിങ്ങിൽ വരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഓവർ ട്രേഡ് ചെയ്യുക എന്നുള്ളത്. കാരണം എനിക്കും പ്രശ്നം അതാണ്. കാരണം ഇന്ന് ഈ പറഞ്ഞ 2 ട്രേഡ് എടുത്തു, TP അടിച്ചു, ഞാൻ സിസ്റ്റം കാര്യങ്ങളൊക്കെ ക്ലോസ് ചെയ്യാണ്. എനിക്ക് ഈ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്യണം, കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് മെർജ് ചെയ്യണം. അത്രയും ഡ്യൂറേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഐ നോ. കാരണം അത്രയും ടൈം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വേസ്റ്റ് ഓഫ് ടൈമാണ്. കാരണം വി നോ ദാറ്റ്. അതായത് ടൈം ഈസ് എ മണി. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഓരോ ടൈമിനും ആ ഒരു പ്രയോറിറ്റീസ്, അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും കിട്ടാൻ പറ്റണം. നമ്മളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അത് നമുക്ക് അതിനെന്തെങ്കിലും റിവാർഡിങ് ആയിരിക്കണം. അപ്പോൾ ഇനി എന്തായാലും താങ്ക് യു. സീ യു നെക്സ്റ്റ് ഡേ ആൻഡ് നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.